നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാളെ ക്ഷേത്രത്തിൽ പോകുമ്പോ വരുണിന്റെ കൂടെ ഞാനും വരുന്നുണ്ട്. എന്തിനാ? ചേച്ചി അഭിനയിക്കരുതെന്ന് പറയാൻ. അച്ഛന്റെ മുഖത്ത് നോക്കി വരുൺ അത് പറഞ്ഞിരിക്കണം. മനസ്സിലായോ? നാളെ ഇല്ല ഇങ്ങനെയൊക്കെ പറയാൻ. ആരോടാ ചെന്ന് സംസാരിക്കാൻ പോകുന്നത്? കണിമംഗലത്തോ അതോ ആറ്റുശ്ശേരിയിലോ അതോ നാട്ടുകാരെടുത്തോ? ഭാര്യയുടെ ചേച്ചിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാല് ഇതിൽ ആരാ സമാധാനത്തോടെ കേട്ട് നിൽക്കുന്നത്? ആളുകൾ കളിയാക്കില്ലേ? കോവി വിളിക്കില്ലേ? വരുന്നൊരു കാര്യം മനസ്സിലാക്കിക്കോ. നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നവരൊന്നും അവർക്ക് ഇഷ്ടമുള്ള ജീവിതം അല്ല ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു രീതിയിൽ ഓരോ ജീവിതത്തിനകത്ത് അകപ്പെട്ടു പോയവരാ. പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അതിനകത്ത് തുടരേണ്ടി വന്നവരും. അതുപോലെയാ നമ്മളും. നമുക്കിടയിലുണ്ടായ ബന്ധം, പ്രിയയും വരുണുമായിട്ടുണ്ടായ ബന്ധം, ഇതൊക്കെ സാഹചര്യമാ. അത് മുന്നോട്ട് പോയേ പറ്റൂ. മോട്ടിവേഷനൊക്കെ കൊള്ളാം. എടോ, മനസ്സിലുള്ളത് അടക്കി പിടിക്കാൻ മുമ്പേ നല്ല ബിരുദാണല്ലോ. എങ്ങനെയാണോ തനിക്കതൊക്കെ പറ്റുന്നേ? എങ്ങനെ ഞാൻ പെട്ടെന്ന് തനിക്കൊരു അന്യനായി? ഓ, ഇനിയിപ്പോ നായികയായി സെലിബ്രിറ്റി ആയി കഴിഞ്ഞാല് പിന്നെ പുതിയ ജീവിതം, പുതിയ കൂട്ട്, പുതിയ സാഹചര്യങ്ങള് അങ്ങനെയൊക്കെ ആവുമല്ലോ അല്ലേ? അതെ, അത് ഓർത്തിട്ട് തന്നെയാ ഞാനും ഇനി എന്റെ ജീവിതം ഒന്ന് സുഖിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടിയാ ഇന്ദ്രജിത് മേനോന്റെ ഓഫർ ഞാൻ സ്വീകരിച്ചതും. എന്റെ അച്ഛൻ എനിക്ക് സമ്മതം തന്നാല് ആ സിനിമയിൽ ഞാൻ അഭിനയിക്കും. അതിന് എനിക്ക് വേറെ ആരോട് സമ്മതം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ജീവിതം എനിക്ക് വിട്ടേക്ക്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറയുന്നൊന്നും കേക്ക്. അകറ്റുന്ന വാക്കുകൾ എത്ര പറഞ്ഞാലും എന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ ഇത് മാത്രമേ ഉള്ളൂ. അതിന്റെ സുഖവും വേദനയൊക്കെ അത് ഞാൻ അറിയാനേ പാടുള്ളൂ. വരുൺ എവിടെ? അവൻ മുറിയിലുണ്ട്. എന്താ പ്രിയങ്ക? ഇതെന്തു പറ്റി? വരുൺ, നമ്മൾ തമ്മിലുള്ള കരാറിന്റെ കാര്യം കൂടെ കൂടെ എന്നെ ഓർമ്മിപ്പിക്കാറുണ്ടല്ലോ. ഇപ്പൊ എന്താ കരാർ നടക്കാത്തെ? എന്താ കാര്യം? ആ ഡയറക്ടർ ഉണ്ടല്ലോ, ഇന്ദ്രജിത് മേനോൻ. അയാള് ഫിദ മാഡത്തിനെ കൂട്ടി വീട്ടിലേക്ക് വന്നിരുന്നു. എന്തിനാ വന്നെന്നറിയോ? രാധികയെ ഹീറോയിൻ ആക്കാൻ. എന്നിട്ട് എന്താ, അച്ഛനെ കൊണ്ട് അവർ തീരുമാനം എടുപ്പിച്ചു. ചേച്ചി നായികയാക്കാൻ തീരുമാനിച്ചു. അതെന്തായാലും മോശമായി പോയി വരുന്നു. പ്രിയങ്കയ്ക്ക് വേണ്ടിയല്ലേ നീ ആ ഡയറക്ടറെ കണ്ടത്? ഈ വിഷയത്തിൽ ഇടപെടണ്ട. അങ്ങനെ നീ പറയുന്നത് കേട്ട് മാമോടി നിൽക്കാൻ പറ്റുമോ? കണിമംഗലത്ത് എന്നെ പോലെ വന്ന് കയറിയതല്ലേ ഇവളും. എന്നെ പോലെ അവകാശങ്ങൾ ഇവൾക്കും ഉണ്ടല്ലോ. അല്ല, അതെങ്ങനെയാ അവള് സിനിമ നടിയാവുന്നേ?
സത്യമായിട്ടും പ്രിയങ്കേ, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ കഴുത്ത് ഞെരിച്ച് കൊന്നേനെ അവളെ. എടതി, വേണ്ടവരും ഈ കാര്യത്തില് നീ എന്ത് ന്യായീകരണം നടത്തിയിട്ട് ഒരു കാര്യമില്ല. സ്വന്തം അനുജത്തിക്ക് വന്ന സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ അറിയാം. അവളെ ഇടിക്കുക. മക്കള് സിനിമയിലേക്ക് പോയാൽ അത് തടയാൻ നിന്ന ദേവനാരായണൻ തിരുമേനിയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അവൾക്കറിയാം. അവള് മഹാമങ്കയാണല്ലോ. വരുൺ, വരുൺ ഇത് വിലക്കണം. എന്റെ സ്ഥാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചേച്ചി ആ സിനിമയിൽ അഭിനയിച്ച പിന്നെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് എനിക്ക് അറിയില്ല. തന്റെ അച്ഛനാ. ഹലോ. ആ, അച്ഛനാ മോനെ. എനിക്ക് മോനോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നാളെ രാവിലെ മോനൊന്ന് ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റുമോ? വരാം. അപ്പൊ നമുക്ക് നേരിൽ കാണാം, എന്നിട്ട് സംസാരിക്കാം. നാളെ അത്യാവശ്യമായിട്ട് ഒന്ന് നേരിട്ട് കാണണമെന്ന് പറയും. അതെന്തിനാണെന്ന് എനിക്കറിയാം. ചേച്ചിക്ക് അഭിനയിക്കാൻ കൂട്ടുപോണോന്ന് പറയാനായിരിക്കും. എന്താ അതും സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാണോ വരുൺ? നാണോ ഉണ്ടോടാ നിനക്ക്? ഇവൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കുക, എന്നിട്ട് വേറൊരുത്തിക്ക് വേണ്ടി അത് മാറ്റിക്കൊടുക്കുക. രാധികയ്ക്ക് അഭിനയിക്കാൻ കൂട്ടുപോവാൻ നീ ആരാ? അവളുടെ ആയയോ? ചെല്ല്, കണിമംഗലത്തെ രാജകുമാരൻ സിനിമാ നടിയുടെ വേർപ്പ് ഒപ്പിക്കൊടുക്ക്. നാണക്കേട്. വരുൺ, നാളെ ക്ഷേത്രത്തിൽ പോകുമ്പോ വരുണിന്റെ കൂടെ ഞാനും വരുന്നുണ്ട്. എന്തിനാ? ചേച്ചി അഭിനയിക്കരുതെന്ന് പറയാൻ. അച്ഛന്റെ മുഖത്ത് നോക്കി വരുൺ അത് പറഞ്ഞിരിക്കണം. മനസ്സിലായോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.